ഗതാഗതം തടഞ്ഞുകൊണ്ടുള്ള പരിപാടികളോട് സർക്കാരിന് ഇരട്ട സമീപനമോ എന്ന ഹൈക്കോടതി. ആശാവർക്കർമാർ കെട്ടിയ പന്തൽ പോലീസ് പൊളിച്ചു. അതേസമയം കണ്ണൂരിലെ CPM പ്രതിഷേധത്തിനെതിരെ നടപടി ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്ത സമീപനമെന്നും കോടതി. വഞ്ചിയൂരിലടക്കം ഗതാഗതം തടസ്സപ്പെടുത്തി യോഗങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ ഹർജികൾ പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ പരാമർശം. വിവരങ്ങളുമായി ഇപ്പോൾ ലീഗൽ ഡെസ്കിൽ നിന്നും ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, കഴിഞ്ഞ ദിവസം ആശാ വർക്കർമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചോദിച്ച അതേ ചോദ്യം തന്നെ കോടതിയും ചോദിക്കുകയാണ്. ഇപ്പോൾ കോടതി എന്തൊക്കെ പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത്? പ്രത്യേകിച്ചും കോടതിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടികൾ ഉണ്ടായിട്ട് പോലും കണ്ണൂരിൽ വഴി തടഞ്ഞുകൊണ്ടുള്ള സമരം CPM നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ആ വിഷയത്തിൽ കോടതി എന്തൊക്കെ പരാമർശങ്ങളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്? ലക്ഷ്മി, ആശാ വർക്കർമാർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരത്തിനെ തുടർന്ന് കിട്ടിയ പന്തൽ പോലീസ് പൊളിച്ചു നീക്കി. എന്നാൽ കണ്ണൂരിൽ CPM നടത്തിയ പ്രതിഷേധത്തിൽ റോഡ് തടസ്സപ്പെടുത്തി പ്രതിഷേധം നടത്തി. അതിൽ നടപടി സ്വീകരിച്ചില്ല. ഇത്തരത്തിലുള്ള ഇരട്ട സമീപനമാണോ ഈ റോഡ് തടഞ്ഞുള്ള ഈ പ്രതിഷേധങ്ങളോടും അതോടൊപ്പം തന്നെ സമരങ്ങളോടും സർക്കാരിനുള്ളത് എന്ന ചോദ്യമാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഇന്ന് ചോദിച്ചത്. വഞ്ചിയൂരിലെ ഈ പാർട്ടി ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ വാക്കാലുള്ള പരാമർശം. ഇതിന് മറുപടിയായി സർക്കാർ ഇന്ന് മറുപടി നൽകിയിട്ടുള്ളത് കണ്ണൂരിലേത് പെട്ടെന്നുണ്ടായ പ്രതിഷേധ പരിപാടിയാണ്, അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നടപടി സ്വീകരിക്കാൻ സാധിച്ചില്ല എന്ന വിശദീകരണം സർക്കാർ നൽകിയിട്ടുണ്ട്. ഏതായാലും കോടതി ഇന്ന് കൃത്യമായി ഇതിൽ നടപടി വേണം എന്ന് ആവശ്യപ്പെടുന്നു. കാരണം ഇത്തരത്തിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള സമ്മേളനങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഹൈക്കോടതി തന്നെ നിരോധിച്ചതാണ്. ഇത്തരം നിരോധനം നിലനിൽക്കെയാണ് ഈ രീതിയിൽ കോടതിയലക്ഷ്യ നടപടിയുമായി ചിലർ മുന്നോട്ട് പോകുന്നത്. വഞ്ചിയൂരിലെയും അതോടൊപ്പം തന്നെ കൊച്ചി കോർപ്പറേഷന് മുന്നിലെയും സമരങ്ങൾ സംബന്ധിച്ച് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്, ഏത് കുറ്റം ചുമത്തിയാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്, ഏതൊക്കെ വകുപ്പുകൾ ഇവർക്ക് എതിരെ ചുമത്തിയിട്ടുണ്ട്, മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിച്ച് സത്യവാങ്മൂലം നൽകാനും സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നടപടി ഒരു രീതിയിലും അനുവദിക്കാനാവില്ല എന്നാണ് കോടതി ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഷബ്ന സിയാദാണ് ലീഗൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.